ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയ്യെ കണ്ട് നമ്മുടെ ഉണ്ണിത്താമക്കയിൽ ചോദിക്കുകയാണ്, ഇനി നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, അതെനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. അപ്പോൾ അജയ് ആണെങ്കിൽ ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക. അല്ല, ഈയിടെയായിട്ട് നിനക്ക് വക്കീൽ പണി പുച്ഛമാണെന്ന് ചിലരൊക്കെ പറഞ്ഞേ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനെയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നിയമം പഠിച്ചത് മണ്ടത്തരമായി ഞാൻ കരുതുന്നുമില്ല എന്ന് അജയ് പറയാം ഉണ്ണിത്താനോട്. സാറിന് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, ഞാനൊരു ബിസിനസ് കുടുംബത്തിലാണ് ജനിച്ചതെന്നുള്ളത്. ബിസിനസ്സിനോടുള്ള ഒരു താല്പര്യം അതെന്നും എൻ്റെ മനസ്സിലുള്ളതാണ്. അതിൽ നിന്ന് അച്ഛൻ എന്നെ അകറ്റി നിർത്തി. ഇപ്പം അത് ചെയ്യണമെന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഞാനതിന് ഇറങ്ങാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു. കുടുംബത്തിലെ മൂത്ത മകൻ എന്നുള്ള നിലയ്ക്ക് ഇനി നിന്റെ അച്ഛൻ്റെ സ്ഥാനം നിനക്കാണെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു കൊടുക്കുക. അത് കേട്ടപ്പോൾ അജയ് ഒന്ന് ചിരിച്ചു. സൂര്യക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ എല്ലാം തൻ്റെ കൈപ്പിടിയിലായി എന്നുള്ളൊരു അഹങ്കാരം തമ്പിക്കുണ്ടെന്നുള്ള കാര്യം പറയണം ഉണ്ണിത്താൻ. അയാൾക്കൊപ്പം പലതിനും ഞാൻ നിന്ന് കൊടുക്കുന്നത് തമ്പി ചതിയനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണെന്നും അത് അളകാപുരിയിൽ നിന്നും നിനക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ഇനി ആരുടെയും ഔദാര്യത്തിന് വേണ്ടി നീ കാത്തു നിൽക്കരുത്, കുടുംബത്തിൽ നീ പിടിമുറുക്കണമെന്നും ഉണ്ണിത്താൻ മരുമകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, പ്രഭാവതി നിന്റെ കൂടെ നിൽക്കത്തില്ലേന്ന് ചോദിച്ചപ്പോൾ, അമ്മ എന്തിനും എൻ്റെ ഒപ്പം ഉണ്ട്. ആ എന്നാ പിന്നെ നീ ജയിച്ചിരിക്കുമല്ലേ, പിന്നെന്താ കുഴപ്പം? നിന്റെ അച്ഛനെ മുൻനിർത്തി പ്രഭാവതിക്ക് അഭിയോടുള്ള വെറുപ്പ് അത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പം അമ്മ ഷെയർ ആവശ്യപ്പെടാനുള്ള കാരണം എൻ്റെ നിർബന്ധം കൊണ്ട് തന്നെയാണെന്ന് അജയ് പറഞ്ഞപ്പോൾ, ഷെയറിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ, ഇപ്പം നീ ഒന്നും ആലോചിക്കണ്ട. അളകാപുരി നേരത്തെ എങ്ങനെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ തുടർന്നും നീ കൊണ്ടുപോയിരിക്കണം. അതിനൊരു മാറ്റം ഉണ്ടാകരുത്. സൂര്യനാരായണൻ്റെ ശവസംസ്കാരം കഴിഞ്ഞാൽ പിന്നെ അഭിക്കും കുടുംബത്തിനും വീട് വിട്ട് പോവേണ്ടി വരുമെന്നും പറഞ്ഞ് ഈ ഉണ്ണിത്താൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. അതായത് അജയ് അങ്ങനെ ഉണ്ണിത്താൻ വിഷം തുപ്പി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഞാൻ നിന്നോടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ലയെന്ന് പറഞ്ഞു. എനിക്കറിയാം നിന്നെ കുറിച്ച്, പക്ഷേ നീ നിന്റെ ഇപ്പോഴത്തെ ചിന്താഗതികളെല്ലാം ഉപേക്ഷിക്കണം. അതൊന്നും കൊണ്ട് നടക്കരുത്. എടാ, ഫലവൃക്ഷം മുന്നിലുള്ളപ്പോൾ കൈവച്ച് വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് വിഡ്ഢിത്തം തന്നെയാണെന്ന് വക്കീലും മകന് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ആ ഉണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു. സൂര്യനാരായണന്റെ മരണം കഴിഞ്ഞാലുടൻ അമരിൽ നിന്നും കമ്പനിയുടെ CI സ്ഥാനം നീ ഏറ്റെടുക്കണമെന്നുള്ള കാര്യങ്ങൾ വക്കീൽ പറഞ്ഞു കൊടുക്കണം. കമ്പനി MD പ്രഭാവതി, മനസ്സിലായോ? അങ്ങനെ വേണം കാര്യങ്ങൾ നീക്കാൻ. തമ്പിയുടെ കളികൾക്ക് ഫലം കാണണമെങ്കിൽ അമലിൻ്റെ പിന്തുണ വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിരഞ്ജന ഒരു ശുദ്ധഗതിക്കാരിയാണെന്നും അഭിയോടും ജാനകിയോടും അവൾ കാണിക്കുന്ന മമത നീ കാര്യമാക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞു ഉണ്ണിത്താൻ അവിടെ നിന്ന് പോയി. സ്വന്തം മകളെ മരുമകൻ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാതെയാണ് വലിയ ആള് കളിച്ചിട്ട് അങ്ങ് പോണത്. എന്തായാലും അമ്മായച്ചൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അജയ് ചേട്ടൻ അവിടെ അങ്ങനെ നിന്ന് പലതും ആലോചിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന അച്ഛനെ കാണാനായിട്ട് മക്കൾ കയറി ചെന്നു. ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുന്ന അച്ഛനെ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പം, ഞാൻ എൻ്റെ മോളെ കണ്ടപ്പോൾ അവളുടെ അമ്മയെ ഓർത്തു പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമൃതയോട് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സങ്കടമായി. ഇവരിന്നിങ്ങനെ കരയുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറയുവാണ് മക്കളോട്. എനിക്ക് ഓർമ്മ മാത്രമേ ഇനി നശിക്കാത്തതായിട്ടുള്ളൂ, ബാക്കിയൊക്കെ നശിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയണം. അപ്പോൾ അച്ഛനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും അമ്മ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നെന്നും ആ സമയത്ത് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ കാര്യം ശരൺ ഇങ്ങനെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ പറയുമ്പോൾ, മോനെ നീ വരുമെന്ന് അച്ഛൻ അറിയാം, പക്ഷേ പ്രഭാവതി വന്നെന്ന് നീ എന്നോട് കള്ളം പറയരുതെന്ന് പറഞ്ഞു. ആര് പറഞ്ഞാലും അവൾ വരില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമൃത പറഞ്ഞില്ല ചാന്ന് പറഞ്ഞപ്പോൾ, നീയും എന്നോട് കള്ളം പറയണ്ട, കള്ളം പറഞ്ഞ ശരണിനെ നീ അനുകൂലിക്കുന്നത് പോലെയാകും അത്. നിനക്ക് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞ തെളിവുകൾ നിരത്തിയ പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാകുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ, അച്ഛൻ അതേപ്പറ്റി ഒന്നും പറയണ്ട, അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സൂര്യ മക്കളുടെ മുന്നിൽ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുവാണ്. അങ്ങനെ പല കാര്യങ്ങളും സൂര്യ ഇവരോട് തുറന്ന് സംസാരിക്കുന്നു. മക്കൾ ഇതൊക്കെ കേട്ട് ചങ്ക് പൊട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാനിപ്പോൾ വെറും ഒരു ജീവച്ഛവം മാത്രമാണെന്നൊക്കെ പറയാം, നിഴൽ നഷ്ടപ്പെട്ടു പോയൊരു രൂപം മാത്രമാണെന്നും പറഞ്ഞ് അദ്ദേഹം കരയുമ്പോൾ ആ മകൾ അച്ഛനെ സമാധാനിപ്പിക്കുക. എൻ്റെ മക്കൾ, എൻ്റെ അഭിയെപ്പറ്റി ഓർത്ത് എൻ്റെ വേദന, എൻ്റെ കണ്ണടഞ്ഞ് കാണാൻ എൻ്റെ മക്കൾ കാത്തിരിക്കുകയാണെന്ന്, എൻ്റെ ഭാര്യ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ഒരു വല്ലാത്ത സങ്കടത്തിൽ ആ ഒരു ഇതിലിങ്ങനെ പറയാം. ഞാനിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും പ്രഭാവതി എന്നെ ഒന്ന് കാണാനോ
തിരിഞ്ഞു നോക്കാനോ കൂട്ടാക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലെന്നും ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാമെന്നും നമ്മുടെ അമൃത ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വേണ്ട മോളെ വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞു. അവൾക്ക് വരാൻ വേണ്ട ഒരു മനസ്സുണ്ടാവട്ടെ, അന്ന് അവൾ വന്നാൽ മതിയെന്നും അച്ഛൻ മോളോട് പറയാം. ആരും അവളെ പോയി വിളിച്ചുകൊണ്ട് വരണ്ടാന്ന്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമൃത ഭയങ്കര പൊട്ടിക്കരച്ചില്ല. എൻ്റെ മക്കൾ ഇതെല്ലാം പറഞ്ഞ് അച്ഛൻ എന്നിട്ട് അവരെ പറഞ്ഞു വിട്ടു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ വീണ്ടും മയക്കത്തിലേക്ക് ചെല്ലുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അമൃത വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് അമൃത ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ ഇരിപ്പുണ്ട് അവിടെ. അമ്മയെ കണ്ടതും അങ്ങ് ചെന്നില്ലേ അമൃത. അമ്മ എന്തിനാ ഹോസ്പിറ്റലിൽ പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണോ എന്ന് അമ്മ ചോദിച്ചു. ഇതിനു വേണ്ടി ഞാൻ എത്ര പേരോട് മറുപടി പറയണം? അത് നീ പറഞ്ഞു തരാൻ പറയുമ്പോഴേക്കും അമ്മേ ഞാൻ വന്നത് ചോദ്യം ചെയ്യാനൊന്നും അല്ല, അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനാണെന്ന് അമൃത പറഞ്ഞു. അമ്മയെ വിളിക്കുക. അപ്പോഴത്തേക്കും നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു. ഞാൻ എങ്ങോട്ടും ഇല്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരി അമൃതയുടെ കയ്യും തട്ടി തെറിപ്പിച്ച് അവിടെ ഇരിക്കുക. അപ്പം ഞങ്ങളെല്ലാവരും അമ്മയോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞത്, പക്ഷെ അമ്മയ്ക്ക് അത് ഇഷ്ടമായില്ല എന്ന് നിരഞ്ജന പറയണം. അമ്മ പിടിവാശി കളഞ്ഞേക്ക്, അമ്മ വീട്ടിൽ തന്നെ ഇരുന്നാൽ അതിൻ്റെ ദോഷം അത് അമ്മയ്ക്ക് തന്നെയാണെന്ന് അമ്മ ഓർത്തോളണമെന്ന് മകള് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ബന്ധുക്കളൊക്കെ അച്ഛൻ്റെ അസുഖ വിവരം അറിയാൻ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും എല്ലാവരും ചോദിക്കുന്നത് അമ്മ എവിടെയെന്നുള്ളതാണെന്നും പറഞ്ഞപ്പോഴും പുള്ളിക്കാരിക്ക് ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള ഇരിപ്പുവശം അറിയാത്തവരായിട്ട് ആരമ്മയുള്ളത്? ഈ സമയത്ത് അമ്മയെ അവിടെ കണ്ടില്ലെങ്കിൽ ഭർത്താവ് ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ അമ്മ വീട്ടിലിരിക്കുകയാണെന്നല്ലേ എല്ലാവരും പറയത്തുള്ളൂ എന്ന് ചോദിച്ചു. അമ്മേ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും ആർക്കും അറിയുന്നതല്ല. ആളുകൾ അന്വേഷിക്കുന്നതേ രോഗിയുടെ പ്രിയപ്പെട്ടവരെ അല്ലേന്ന് ചോദിച്ചു. ആ മനുഷ്യന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും അവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാനെന്ന് ഈ പുള്ളിക്കാരി ചോദിക്കുക മകളോട്. ഇനി എൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നും പറഞ്ഞു. ഇനി ഞാൻ ചെന്നാ അത് അവിടെയുള്ളവർക്ക് അസൗകര്യമാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കൊള്ള നല്ല ഭാര്യ, അമ്മയ്ക്ക് ഉപദേശം തരുന്നവരൊന്നും എന്നും കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതണ്ട, അത് അമ്മ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞ് മകള് തള്ളയോട് പറഞ്ഞു. എന്നും താങ്ങും തണലുമായിട്ട് ഉണ്ടാകുന്നതേ ഭർത്താവ് മാത്രമായിരിക്കുമെന്ന് അമ്മ ചിന്തിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്കും കൊള്ള എന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇറങ്ങി വരിക. അപർണയാണെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ടാണല്ലോ വരുന്നത്. ഭർത്താവിന്റെ മഹത്വം പറഞ്ഞ ഉപദേശിക്കാൻ എല്ലാ യോഗ്യതയുള്ളവൾ തന്നെ അമൃത. അടിക്കടി ശരണിനോട് കലഹിച്ചു വന്നതും ഡിവോഴ്സിന് വക്കീൽ ഓഫീസ് കയറി ഇറങ്ങിയതും അമൃത മറന്നു പോയെങ്കിലും മറക്കാത്തവരും ഈ വീട്ടിലുണ്ട് കേട്ടോ അമൃത എന്ന് പറയുമ്പം എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് നീ ഒറ്റ ഒരുത്തി അല്ലേടിയെന്ന് അമൃത അന്നേരം തിരിഞ്ഞു അപർണയോട് ചോദിച്ചു. എൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചത് ഞാനും മറന്നു പോയിട്ടില്ലെന്ന് അമൃത നേരെ അങ്ങ് വിളിച്ചങ്ങ് പറഞ്ഞു. അവരുടെ വായടപ്പിച്ച് കളഞ്ഞു. നിനക്ക് ഞങ്ങളെ രണ്ടാക്കി കാണണം, അതായിരുന്നു നിന്റെ മനസ്സിൽ. അത് നടക്കാതെ വന്നതിന്റെ ചൊരുക്കല്ലേടി ഇരിക്കുന്നു ചോദിച്ചപ്പോൾ നിന്റെ ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിച്ചത് ഞാനാണോ നീയല്ലേ എന്ന് ചോദിച്ചു അപർണ. അന്നേരം ഹോട്ടലുകൾ കയറി ഇറങ്ങി ഭർത്താവിന്റെ അവിഹിതം കണ്ടുപിടിക്കാൻ പോയവളും നീ തന്നെയല്ലേ എന്ന് ചോദിച്ചു. എന്നെ കൊണ്ട് കൂടുതലൊന്നും അമൃത പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. കാത് പൊത്തേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അമൃതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവിടെ കൊല്ലാനുള്ള കലിയും വരുന്നുണ്ട്. എത്ര കാലത്തേക്കാണ് നിന്റെ ഭർത്താവായിട്ടുള്ള പ്രേമമെന്ന് കണ്ടറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നും അധിക കാലം ശരണിന്റെ കൂടെ നീ ഉണ്ടാവില്ലെന്നും അമൃതയോട് പറയുമ്പം നീ ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഞാനും അറിയുന്നുണ്ട് അപർണയെന്ന് അമൃത അന്നേരം പറഞ്ഞു. ഈ കുടുംബം തകർത്ത് കളയാനല്ലേ അജയ് മാറി കളഞ്ഞപ്പോൾ അനിയനായാലും മതിയെന്നും പറഞ്ഞ് നീ ഈ വീട്ടിലേക്ക് കയറി പറ്റിയതെന്ന് ഇങ്ങനെ ചോദിച്ച അവളുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യണം അമൃത. അന്നേരം അപർണയ്ക്ക് പൊള്ളി. അതിന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട് ചോദിച്ചു നോക്കടി, നിൽക്കുന്നു നിന്റെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. നിർത്ത്, ഇനി ആരും ഇവിടെ ശബ്ദിച്ചു പോകരുതെന്നായി തള്ള. എന്നെ കൊണ്ടുപോകാനാണ് നീ വന്നതെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ എനിക്ക് ആരുടെയും ആവശ്യമില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതിനുവേണ്ടി നീ കാത്തു നിൽക്കേണ്ട കാര്യമില്ല, നീ വന്നതുപോലെ പോകാൻ നോക്കാൻ പറഞ്ഞ അമ്മ അവിടുന്ന് തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് പോയി. ആ പിശാചി ജന്മം നന്നാവില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചങ്ങ് പോവുക. അത് കഴിഞ്ഞ് നമ്മുടെ അമൃത അങ്ങ് പോയപ്പോൾ ജാനകിയുടെ ബാധയായിട്ട് അവൾ കയറി വന്നിരിക്കുക. എൻ്റെ തലയിൽ കുതിര കറങ്ങി വിട്ട് കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപർണ പറയും. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നമ്മുടെ നിരഞ്ജന അവിടെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ തമ്പി ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ സൂര്യയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പിയോട് കാര്യങ്ങളെല്ലാം നമ്മുടെ ഡോക്ടർ വിശദീകരിച്ചു പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പിയുടെ കുടിലതന്ത്രം ഈ ഡോക്ടറുടെ അടുത്തു അയാൾ ഇറക്കുക. അതായത് നമ്മുടെ സൂര്യയെ തീർത്ത് കളയണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അയാൾ എന്നും മരിക്കുമെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്താനുണ്ടേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം എഴുന്നേക്കടോ എന്നും പറഞ്ഞോണ്ട് തമ്പി ആട്ടി ഇറക്കി. ഞാൻ കാലനല്ല, ജീവൻ പോകുന്നതിൻ്റെ കണക്ക് പറയാൻ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടറാണോ എന്നും പറഞ്ഞുകൊണ്ട് തമ്പിയെ ഡോക്ടർ അടിച്ചിറക്കി. സൂര്യയെ കൊല്ലാൻ വേണ്ടി ചെന്നതാ.
അപ്പൊ താൻ എന്തൊരു മനുഷ്യനാണോ എന്നാ ഡോക്ടർ ചോദിച്ചു. മനുഷ്യനോ അതോ താൻ ചെകുത്താനാണോ, കടന്നു പോടാ എൻ്റെ മുന്നിൽ നിന്നും പറഞ്ഞു ഇങ്ങനെ ഇറക്കുമ്പോ നിങ്ങൾ എത്ര തുള്ളിയാലും ഒരാഴ്ച അവന്റെ കാര്യത്തിലെ തമ്പി തന്നെയാണ് കാലനെന്നും പറഞ്ഞിട്ട് തമ്പി പറയാം നമുക്ക് കാണാവെന്നും പറഞ്ഞിട്ട് തമ്പി അവിടെ നിന്ന് ഇറങ്ങിപ്പോണി. ഡോക്ടർ ഇങ്ങനെ എന്തൊക്കെയോ ടെൻഷനായിട്ട് അവിടെ ഇരിക്കും. ഇവൻ എന്താ പറഞ്ഞതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവാതെ. ഇത് കഴിഞ്ഞതിന് ശേഷം തമ്പി നേരെ പോകുന്നത് ഐസുവിൻ്റെ മുന്നിലേക്ക്. അവിടെ അഭിയും ജാനകിയും കൂടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവരുടെ അടുത്തേക്ക് ഇവൻ ചെല്ലുവാട്ടോ. അപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും തോന്നാത്തത് തമ്പിക്കെങ്കിലും തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ജാനകി തമ്പിയെ കാണിച്ചു കൊടുത്തു അഭിക്ക്. അന്നേരം അഭി പറയുക. അപ്പോഴേക്കും തപ്പി തേടി ഇവരുടെ അടുത്തേക്ക് വന്നു. അവരുടെ അടുത്ത് വന്നൊരു വളിച്ച ചിരിയും ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ആഹാ, രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാലേ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന് ആഭരണ വസുന്ധരയെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കൊടിമരം പോലെ തലയുയർത്തി നിന്നവനല്ലേ ആടപടലം വേരറ്റ് വീണുപോയത്. എന്തായാലും കഷ്ടമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുമ്പോൾ ജാനകി അഭിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു എന്നും ഇനി അധികം പോവില്ലെന്നുള്ള മട്ടിൽ ആ ഡോക്ടറുടെ സംസാരമൊക്കെ എന്നും തമ്പി ഇവരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുവാണ്. സൂര്യയുടെ കാര്യത്തിൽ അവർ കൈമലർത്തിയ മട്ട അല്ല, നിന്നോടും അത് പറഞ്ഞു കാണുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാളുടെ ആയുസ് നിർണയിക്കുന്നതേ ഡോക്ടർമാർ മാത്രമല്ലെന്നും ദൈവം കൂടിയാണെന്നും അഭി അന്നേരം ഇവനോട് പറഞ്ഞു. ആയുസ് എത്താതെ ആരും മരിക്കാനും പോകുന്നില്ലെന്നും. എന്തിനാടാ മോനെ എണ്ണ വറ്റി കരിന്തിരി കത്തിയ വിളക്കിൽ നീ പ്രതീക്ഷ വെക്കുന്നത്? എടാ അതങ്ങ് കെട്ടുപോകത്തേ ഉള്ളൂ, നീ വെറുതെ വിചാരിക്കുന്നതാ. അച്ഛന് ജനിച്ച മകനെന്നുള്ള അല്ലെങ്കിൽ അച്ഛൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയും വെച്ച് നീ ഇനിയും കാത്തിരിക്കേണ്ട ഒരു കാര്യവും ഇല്ലടാ എന്നും പറഞ്ഞിങ്ങനെ ഈ തമ്പി അഭിയെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ജാനകി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. തമ്പി അങ്കിൾ വന്നത് ആശ്വസിപ്പിക്കാനാണോ അതോ ആഹ്ലാദം പ്രകടിപ്പിക്കാനാണോ എന്ന് നമ്മുടെ ജാനകി ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഇയാൾ നിൽക്കുക. അപ്പൊ ആർക്കും ഇതൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ, തമ്പി അങ്കിൾ അത് മറന്നു പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ നീ എന്നെ ഉദ്ദേശിച്ചതാണ് ഈ പറച്ചിൽ പറഞ്ഞതെങ്കിൽ തമ്പിക്ക് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നില്ല. തമ്പിയുടെ ഭാര്യ തമ്പിക്ക് നേരെ വിരൽ ചൂണ്ടില്ല, അതിനുള്ള അവസരം തമ്പി ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞു തമ്പി ജാനകിയോട്. ഇത് കേട്ടപ്പോഴും അഭി ഭയങ്കര കൊലുപ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. സൂര്യക്ക് എന്താ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പ്രഭയോട് തോന്നിയ കുറ്റബോധം അല്ലേ? അല്ലേ? ഇക്കാലം അത്രയും കുയിലിന്റെ കുഞ്ഞിനെ വളർത്തിയ കാക്കയുടെ ഗതികേടല്ലേ പ്രഭാവതിക്ക് വന്നത്. അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ട് അങ്ങനതെ അവള് പ്രതികരിച്ചപ്പോ നിന്റെ അച്ഛൻ തോറ്റുപോയി. കാക്കയ്ക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ വലുതായപ്പോ ആ കുയിലിന്റെ ശബ്ദത്തിൽ കൂവി കാക്ക തീർന്നു പോയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ പറയാം. പിന്നെ ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ കുറെ ചരിത്രം ഇവനങ്ങ് എടുത്തിടുവാണ്. നിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോടാ? അതോ നിന്റെ അമ്മയ്ക്ക് സൂര്യയിലുണ്ടായ മകൻ തന്നെയാണോ നീ? അവര് ചത്തുപോയെന്നുള്ളത് നേരാണോ? പോട്ടെ, ഇനിയിപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. ആ സ്ത്രീ മരിച്ചു പോയി എന്നാരെങ്കിലും വിശ്വസിക്കുവോടാ? അവൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണുവടാന്നും പറഞ്ഞുകൊണ്ട് ഈ തമ്പി ഇങ്ങനെ പറയുമ്പോൾ അവൻ്റെ കുത്തിന് കയറി അങ്ങ് പിടിച്ചില്ലേ നമ്മുടെ അഭി. എടാ നീ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് നിനക്ക് അറിയാവോടാന്ന് ചോദിച്ചു. അപ്പൊ നിന്റെ അമ്മയെന്ന് പറയുന്നവളെ പറ്റി തന്നെയാടാ. അവൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പ്രഭയ്ക്ക് സംശയവും ഉണ്ടടാന്ന് പറഞ്ഞപ്പം തൻ്റെ പുഴുത്ത നാവുകൊണ്ട് നീ സംസാരിക്കരുതടാ, ഞാനത് പിഴുതെടുക്കുമെന്ന് നമ്മുടെ അഭി പറഞ്ഞപ്പോൾ വിടടാ വിടുന്ന് പറഞ്ഞ തമ്പി ഇവൻ്റെ വായിലേക്ക് വിരളങ്ങ് കുത്തി ഇറക്കി നമ്മുടെ അഭി. അപ്പോഴേക്കും ജാനകി ചെന്ന് പിടിച്ചു വലിച്ചു മാറ്റി, അല്ലെങ്കിൽ ഇന്ന് അഭിയുടെ അന്ത്യം കണ്ടേനെ നമ്മുടെ അഭി. ഐസുവിൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്, ഇതിൻ്റെ മുന്നിലാണെന്നുള്ള ബോധം അഭിയേട്ടനില്ലേ? അയാൾ എന്തെങ്കിലും വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞു. ഹെടാ ഞാൻ ഇനിയും വരുവടാ, അവൻ്റെ ഈ കിടപ്പ് കാണാൻ ഞാൻ വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവം ഇത് ഇവിടുന്ന് പോകാൻ പറഞ്ഞു ജാനകി അതും പറഞ്ഞപ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോക്കങ്ങ് പോയി. അഭിയാണെങ്കിൽ ഭയങ്കര കലിപ്പിൽ നിൽക്കുന്നു, ജാനകി ഭയങ്കര കരച്ചിലും നിൽക്കുന്നു. എന്തായാലും കാര്യങ്ങൾ മൊത്തം കൈവിട്ട് പോയിരുങ്ങി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. ഏതായാലും അപർണയ്ക്കും നന്ദയ്ക്കും തിരിച്ചടികളും പ്രഭാവതിക്ക് മുഴുവൻ വലിയ തിരിച്ചടികളും കിട്ടിക്കൊണ്ടിരിക്കാൻ പോകുന്ന സാഹചര്യങ്ങളും വരാനിരിക്കുന്നു. ആരും തന്നെ കാത്തിരുന്ന് കാണാതിരിക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.